1986 ഏപ്രിൽ 26 ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തം സംഭവിച്ച മണ്ണ് ചെർണോബിൽ. കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും ഇന്നും ആ മണ്ണിൽ അദൃശ്യമായൊരു വിഷം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. 40 വർഷത്തോളം മനുഷ്യൻ കടന്നു ചെല്ലാത്ത ഈ എക്സ്ക്ലൂഷൻ സോൺ ഇന്ന് പ്രകൃതിയുടെ ഒരു വിചിത്രമായ പരീക്ഷണശാലയാണ് എന്ന് വേണം പറയാൻ. പക്ഷേ ഈ പ്രേത നഗരിയിൽ ഇപ്പോൾ പുതിയൊരു ദുരൂഹത പിറവിയെടുത്തിരിക്കുന്നു. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ചെർണോബിലിലെ നായകൾ നീലയായി മാറുന്നു. വികിരണം, അതെ, റേഡിയേഷൻ അവരുടെ ശരീരത്തെ മ്യൂട്ടേഷന് വിധേയമാക്കിയതാണോ, അതോ 39 വർഷം മുൻപ് സംഭവിച്ച ദുരന്തത്തിന്റെ കാലം മറച്ചുപിടിച്ച പഴയ കെമിക്കൽ രഹസ്യങ്ങളോ? എന്താണ് ചെർണോബിലിന്റെ നീല രഹസ്യം? ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും അതുപോലെ വന്യജീവി പ്രവർത്തകരെയും ഒരുപോലെ ഞെട്ടിച്ച നീല നായകളുടെ ദുരൂഹതയിലേക്ക് കടക്കാം. ഈ കാണുന്നത് സാധാരണ നായകളല്ല. 1986 മഹാദുരന്തത്തിന് ശേഷം താൽക്കാലിക പലായനം എന്ന് കരുതി വീട് വിട്ടവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നു. സൈനികർ ഇവയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അതിജീവിച്ച ഏതാനും നായ്ക്കളുടെ പിൻതലമുറയാണ് ഇന്ന് എക്സ്ക്ലൂഷൻ സോണിൽ അലഞ്ഞു നടക്കുന്നത്. ഏകദേശം 700-ലധികം നായകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. നീലനിറമുണ്ടെങ്കിലും നായകൾ ആരോഗ്യമുള്ളവരും വളരെ സജീവവുമാണ്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാനായി ഇവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വർഷങ്ങളോളം റേഡിയേഷനും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് ഇവരെ പരിപാലിക്കുന്നത് ക്ലീൻ ഫ്യൂച്ചേഴ്സ് ഫണ്ടിന്റെ ഭാഗമായ ഡോഗ്സ് ഓഫ് ചെർണോബിൽ എന്ന സംഘടനയാണ്. ഈ മാസമാണ് ഞെട്ടിക്കുന്ന ആ കണ്ടെത്തലുണ്ടായത്. വന്ധ്യംകരണ ദൗത്യത്തിന്റെ ഭാഗമായി എത്തിയ വോളണ്ടിയർമാർ കണ്ടത് കടും നീല നിറത്തിൽ തിളങ്ങുന്ന രോമങ്ങളുള്ള കുറച്ച് നായകളെയാണ്. ഒരാഴ്ച മുൻപ് വരെ ഇവയുടെ രോമത്തിന് സാധാരണ നിറമായിരുന്നുവെന്നും ഈ പെട്ടെന്നുള്ള മാറ്റം എന്താണെന്ന് അറിയില്ലെന്നും സംഘടന പറയുന്നു. ദുരന്തത്തിന് ശേഷം ഏകദേശം 39 വർഷങ്ങൾക്കിടയിൽ ഇത്തരമൊരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പടർന്നതോടെ ലോകം 2 ചേരികളിലായി നിന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഇത് റേഡിയേഷൻ മൂലമുള്ള മ്യൂട്ടേഷൻ ആണോ, അതോ മറ്റേതെങ്കിലും ബാഹ്യ കാരണങ്ങളോ? ഈ സംഭവം അവിശ്വസനീയമാണെങ്കിലും ശാസ്ത്രീയമായൊരു വിശദീകരണമാണ് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നത്. റേഡിയേഷൻ മൂലമുള്ള ജനിതക മാറ്റം ഇത്ര പെട്ടെന്ന് പ്രകടമാകാൻ സാധ്യതയില്ല. നായകൾക്ക് നേരത്തെ നടത്തിയ ജനിതക പഠനങ്ങളിൽ വികിരണത്തെ അതിജീവിക്കാനുള്ള ശേഷി കണ്ടെത്തിയിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായി രോമത്തിന് നിറം മാറുന്നത് കെമിക്കൽ മലിനീകരണത്തിന്റെ സൂചനയാകാമെന്നാണ്. ചെർണോബിൽ എക്സ്ക്ലൂഷൻ സോൺ പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതിനാൽ ആണവ നിലയം കൂടാതെ ഇവിടെ മറ്റ് വ്യാവസായിക സ്ഥാപനങ്ങളുടെ അവശിഷ്ടങ്ങളും പഴയ കെമിക്കൽ ഗോഡൌണുകളുമുണ്ട്. ഇനി പ്രധാന സംശയം ഇതാണ്: ഈ മേഖലയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രത്തിൽ ഉപയോഗിച്ചിരുന്ന കോപ്പർ സൾഫേറ്റ്, അതായത് തുരിശ് എന്ന രാസവസ്തുവിലാണ്. കടും നീല നിറമുള്ള ഈ സംയുക്തം ഫാക്ടറി മാലിന്യങ്ങളുടെ ഭാഗമായി ഇപ്പോഴും മണ്ണിലോ വെള്ളത്തിലോ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. ഭക്ഷണം തേടുന്നതിനോ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനോ വേണ്ടി നായകൾ ഈ കെമിക്കൽ മാലിന്യം നിറഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങുകയോ അതിൽ കിടന്നുരുളുകയോ ചെയ്തപ്പോൾ രോമത്തിൽ നിറം പറ്റിപ്പിടിച്ചതാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നീലനിറം രോമത്തിന് പുറമെ പറ്റിപ്പിടിച്ചതാണ് എന്നും രക്തത്തിൽ വന്ന ജനിതക മാറ്റമല്ല എന്നും ശാസ്ത്രലോകം വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഇതൊരു പ്രത്യേക തരം കെമിക്കൽ ആണെങ്കിൽ പോലും അതീവ മലിനമായ ചെർണോബിലിന്റെ മണ്ണിൽ ഈ നായകൾക്ക് എന്തെങ്കിലും ആന്തരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഡോഗ്സ് ഓഫ് ചെർണോബിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നീലയായി മാറിയ നായകൾ കാണാൻ വിചിത്രമാണെങ്കിലും അവ വളരെ ആക്റ്റീവും ഹെൽത്തിയുമാണ്. എങ്കിലും അവരുടെ ആരോഗ്യനില ഉറപ്പുവരുത്താൻ ഈ നായകളെ പിടികൂടി വിശദമായ വെറ്ററിനറി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നായകളെ പിടികൂടാൻ വളരെ പ്രയാസമാണ്. എക്സ്ക്ലൂഷൻ സോണിലെ നായകൾ മനുഷ്യരെ, പ്രത്യേകിച്ചും യൂണിഫോം ധരിച്ചവരെ, വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞ് ഓടിപ്പോകാൻ കഴിവുള്ളവയാണ്. ഇനി നിലവിലെ സ്ഥിതി എന്താണെന്നാൽ നായകളെ പിടികൂടി അവയുടെ രോമത്തിലെ കെമിക്കൽ സാന്നിധ്യം പരിശോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വോളണ്ടിയർമാർ. ഈ നിറം വെള്ളത്തിൽ കഴുകിക്കളയാൻ സാധിക്കുമോ എന്നും അല്ലെങ്കിൽ രോമം കൊഴിഞ്ഞു പോകുമ്പോൾ മാത്രമേ പോവുകയുള്ളൂ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഈ നായകളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നിയമപരമായി കഴിയില്ല എന്നതിനാൽ ചെർണോബിലിന്റെ ഉള്ളിൽ തന്നെ ഇവയ്ക്ക് ചികിത്സയും പരിചരണവും നൽകാനാണ് സംഘടനയുടെ തീരുമാനം. ചെർണോബിലിന്റെ നീലനായകൾ ഇത് വെറും ഒരു നിറം മാറ്റമല്ല, ഒരു ആണവ ദുരന്തം പ്രകൃതിയിൽ അവശേഷിപ്പിച്ച അനന്തമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ നേർക്കാഴ്ചയാണിത്. അതിജീവനത്തിന്റെ പ്രതീകങ്ങളായ ഈ നായകൾ ഇന്ന് മനുഷ്യർ ഉപേക്ഷിച്ചു പോയ രാസമാലിന്യങ്ങളുടെ ഭീഷണിയിലും ജീവിക്കുന്നു. ഈ നീലനിറം ഒരു മുന്നറിയിപ്പാണ്. ചെർണോബിൽ രഹസ്യങ്ങൾ ഒന്നും അവസാനിച്ചിട്ടില്ല.